ഞമ്മളെയും ബ്ലോക്ക് ചെയ്തു ഗൈസ്. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഒരു കമന്റ് ഇട്ടു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഞങ്ങൾ എല്ലാരും ബ്ലോക്ക് ചെയ്തേക്കണം. പിന്നെ മാത്രം തെറ്റ് ഞങ്ങൾ ചെയ്തോ? ഒരു കമന്റ് അല്ലേ. നമസ്കാരം. അപ്പൊ നമ്മുടെ പേർലി മാണി എയറിലാണ്. ഇപ്പൊ എയറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ആ കറങ്ങുന്നതിന്റെ ഇടയിൽ എയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ കമന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നിങ്ങളിപ്പോ കേട്ട് കാണും. ഇത് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയുന്നത്, എന്നെ ബ്ലോക്ക് ചെയ്തു, എന്നെ ബ്ലോക്ക് ചെയ്തു, എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന്. കരച്ചിലാണ്, എന്നെ ബ്ലോക്ക് ചെയ്തേന്ന്. ചിലർ പറയുന്നുണ്ട് എനിക്ക് രണ്ട് വാക്കുകൂടെ പറയാനുണ്ടായിരുന്നു, ആ പറയാൻ പോയപ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയ്തെന്ന് പറയുന്നു. എന്താ വെച്ചാൽ കമന്റ് ഇടുന്ന ഉടനെ തന്നെ ഡിലീറ്റ് ആവുകയാണ്. ഡിലീറ്റ് ആവുക, ആളെ ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീനിഷ് ആയിരിക്കും കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. എന്തായാലും ഡിലീറ്റിങ് നടക്കുന്നുണ്ട് ശരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പ്രത്യേകം എടുത്ത് പറയണ്ട, ഒരു പോസ്റ്റ് ഇട്ടതാണ്. പക്ഷെ ആ പോസ്റ്റ് ഇട്ടപ്പം ഈ അവിടെ എവിടെയും കൊള്ളാത്തതുപോലെ അവിടെയും നല്ലത് ഇവിടെയും നല്ലത്, നിങ്ങൾക്കെല്ലാം പരമസുഖമല്ലേ, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളു വിഷയം. പേർലി മാണി ബിഗ് ബോസിൽ വന്ന് ശ്രീനിഷുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് പേർലി മാണിയെ കൂടുതലും എല്ലാവരും അറിയാൻ തുടങ്ങിയത് ആ സമയം മുതലാണ്. പക്ഷെ അതിനുശേഷം വെച്ചടി കയറ്റുമായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഈ മനസ്സിലിരിപ്പ് എന്നുള്ളൊരു സംഭവം അത് എപ്പോ വേണമെങ്കിലും പൊട്ടി പുറപ്പെട്ടിങ്ങി പോരും. നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അതിങ്ങി പോരും. എങ്ങനെയെങ്കിലും ഒക്കെ അത് വെളി വരും. അങ്ങനെ വെളി വന്ന് പെട്ടുപോയതാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, പേർലി മാണി ഒരു കമന്റ് ഇട്ടിരുന്നു. ഡൽഹിയില് നമ്മുടെ കുട്ടികൾ സമരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഡൽഹിയിൽ ആ സമരത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇനി അത് എല്ലാവരും അറിഞ്ഞതാണ്. ഇനി അതിനെപ്പറ്റി പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ മക്കളും രാഷ്ട്രീയക്കാരും ഇവരെല്ലാം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പേർലി മാണിക്ക് താമസിച്ചിട്ടാണെങ്കിലും എന്നാ ഒന്ന് പ്രതികരിച്ചേക്കാന്ന് തോന്നിയത്. പക്ഷെ ആ പ്രതികരിച്ചപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും. അപ്പൊ അങ്ങനെ രണ്ട് വള്ളത്തിൽ ചവിട്ടി താഴെ വീണ ആളാണ് ഈ പേർലി മാണി. അതുപോലെ തന്നെ പോസ്റ്റ് ഇടുക, ഡിലീറ്റ് ചെയ്യുക, കമന്റ് ഇടുന്നവരെ ഡിലീറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അതായിരുന്നു ഇന്നത്തെ മൊത്തത്തിലുള്ള പണി. പേർലി മാണിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. എന്റെ നിറം കാവിയാണ്, നിങ്ങൾ തെറ്റായ ആളെയാണ് വെല്ലുവിളിക്കുന്നത്. വിമർശകർക്ക് ചുട്ട മറുപടിയുമായി പേർലി മാണി. ഇത്രയും വിഷയങ്ങൾ അവിടെ നടക്കുകയാണ്. ആ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ പുര കത്തുമ്പം തന്നെ വാഴ വെട്ടണം എന്ന് പറയുമല്ലോ. ഇപ്പൊ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ പാളിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഏത് വഴിക്കാണ് ഈ വള്ളം തിരിഞ്ഞു പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇത് പോസ്റ്റായിട്ടാണ് വായിക്കുന്നത് കേട്ടോ. 3-4 പോസ്റ്റായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒരുപാടുണ്ട്. പേർലി മാണി പറഞ്ഞതിൽ പ്രധാന കാര്യങ്ങളൊക്കെ പോസ്റ്ററായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റർ എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളെ പ്രതികൂലിച്ച് പേർലി മാണി. യുവ തുർക്കികളോട് വീട്ടിലേക്ക് പോകൂ എന്ന് സ്റ്റാറ്റസ്. ഇഡിയുടെ റെയ്ഡ് ഭയന്നാണ് എന്ന് ഒരു വിഭാഗം. ജീവൻ എല്ലാവർക്കും ഒരുപോലെയാണ്. അത് പോലീസുകാരാണെങ്കിലും കുട്ടികളാണെങ്കിലും. നിങ്ങളെ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? തല്ലുകൊണ്ടിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോ എന്നാ പറഞ്ഞത്. ഇതിലും ഭേദം പറയാതിരിക്കുന്നതായിരുന്നു എന്ന് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പേർലി മാണി ഒന്നും ഇവിടെ ആരും പേർലി മാണി എന്നൊരു അഭിപ്രായം പറയുന്നത് പോലും ഇവിടെ ആരും നോക്കിയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പോലും ഇല്ല പേർലി മാണി വന്ന അഭിപ്രായം പറയണമെന്ന്. ഇത് പേർലി മാണി വന്ന് ചാടിക്കൊടുത്താണ്. എന്ന് വെച്ചാൽ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യണം, കേന്ദ്രത്തെയും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ രണ്ട് വളത്തിലും കാല് ചോട്ടണമല്ലോ. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല, എങ്ങനെയും പിടിച്ചു നിൽക്കണം. അങ്ങനെ പറഞ്ഞു പോയതാ. പക്ഷെ പറഞ്ഞു പോയപ്പോൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അക്രമ സംഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണം, ജീവനാണ് പ്രധാനം, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പേർലി മാണിയുടെ പോസ്റ്റിനെതിരെ വിമർശനം. അക്രമ സംഭവങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പിന്മാറണം, ജീവനാണ് പ്രധാനം. അക്രമ സംഭവങ്ങൾ, അപ്പൊ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ആക്രമണം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികളാണെന്ന് പേർലി മാണി അങ്ങ് ഉറപ്പിച്ചു. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പിന്മാറി ആക്രമണം ഒന്നും നടത്തരുത്. ഇവിടെ ആരാക്രമണം നടത്തിയത്? പേർലി മാണി ഇത് എന്തോ കണ്ടുകൊണ്ടായി എഴുതി വിട്ടേക്കുന്നത്? ആക്രമണം നടത്തിയതല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പല ചാനലുകളും മൂടി വെച്ചാലും ചില ചാനലുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലീസുകാരും അതേപോലെ തന്നെ അവിടെയുള്ള ഒരു പാർട്ടിയുടെ സംഘടനയിലുള്ള ആൾക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഈ സമരം ചെയ്യാൻ വന്നവരെ അങ്ങോട്ട് കയറി പ്രകോപിപ്പിച്ച് അവരെ അടിക്കാനും അവരെ ലാത്തിചാർജ് ചെയ്യാനും ഒക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകുമ്പോഴത്തേക്ക് ഇവരാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എനിക്ക് ഈ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായത്. എന്ന് വെച്ചാൽ അക്രമ സംഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണം എന്നാണ് പറയുന്നത്. അപ്പൊ വിദ്യാർത്ഥികളാണ് അവിടെ ആക്രമണം നടത്തുന്നത് എന്നാണ് ഈ പേർലി മാണി അവിടെ പറഞ്ഞു വെക്കുന്നത്. സൂചിപ്പിക്കണമല്ലോ, അവിടെ ഒന്ന് മേളിലൊന്ന് സൂചിപ്പിച്ചാലല്ലേ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. ഇല്ലെങ്കിൽ ഈടിയെ എന്നുവെച്ചാൽ 3 കോടിയൊക്കെ മുടക്കി ഈയിടയ്ക്ക് എങ്ങാണ്ടാണ് ദുബൈയിലെ ഒരു ഫ്ലാറ്റ് ഒക്കെ വാങ്ങിച്ചത്. ചിലപ്പോൾ ഈടിയൊക്കെ കയറി നിറങ്ങിയിട്ടേ ഇതൊക്കെ സോഴ്സ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. ജീവനേക്കാൾ വലുതല്ല ഒരു ലക്ഷ്യവും, വീട്ടിലേക്ക് മടങ്ങൂ, പേളിയുടേത് ഇരട്ടത്താപ്പെന്ന് സോഷ്യൽ മീഡിയ.
കറക്റ്റ് ഇരട്ടത്താപ്പാണ്. വിമർശനം വ്യാപകമായതോടെ പേർലി ഈ സ്റ്റോറി ഡിലീറ്റ് ചെയ്യുകയും തന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കുകയും ചെയ്തു. പച്ചയ്ക്ക് ഓരോരുത്തരും വന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനുള്ള മറുപടി. അപ്പം പേർലി മാണി പറയുന്നത് ജീവനേക്കാൾ വലുതല്ല ഒരു ലക്ഷ്യവും. നിങ്ങൾക്ക് ലക്ഷ്യത്തിലൊക്കെ നമുക്ക് എത്താം, ജീവൻ വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ, ഇതെല്ലാം ഓക്കെ ആയിക്കോളും. ഒരാളൊന്നും നോക്കിയാൽ ഇതൊന്നും നന്നാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അപ്പൊ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊള്ളാനാണ് പറയുന്നത്. ഞാൻ പേർലി മാണി, എന്റെ ഇഷ്ടനിറം കാവി, ഇന്ത്യൻ പതാകയിലാണ് ആ നിറം ഏറ്റവും മനോഹരം. CJP പ്രതിഷേധത്തിൽ ബാലൻസ് ചെയ്ത പ്രതികരണമെന്ന് പേർലിക്ക് വിമർശനം. ഞാൻ പേർലി മാണി, എന്റെ ഇഷ്ടനിറം കാവി. ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി കാവി ആണെന്നുള്ള കാര്യം. അതിനുശേഷം ഇന്ത്യൻ പതാകയിലാണ് ആ നിറം ഏറ്റവും മനോഹരം. അത് നല്ല കാര്യം. ഇന്ത്യൻ പതാകയിലുള്ള 3 നിറവും മനോഹരമാണ്. അപ്പം ഇത് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാരണം നമ്മൾ ഇനി പ്രത്യേകം പറയണ്ടായല്ലോ. എനിക്ക് എന്റെ ഇഷ്ടനിറം അതിനകത്ത് കാവ്യാണ് എന്ന് പറയുന്നുണ്ട്. കാവ്യാന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആള് എവിടെ ഉള്ളതാണ്, അന്ധഭക്തയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പക്ഷെ അതെനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെയും കൂടി ആ വിദ്യാർത്ഥികളെയും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തേക്കാം. പക്ഷെ സപ്പോർട്ട് ചെയ്ത് പോയപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം കൂടെ ജീവനും കൊണ്ട് വീട്ടിലോട്ട് വയ്ക്കോ, ജീവനേക്കാൾ വലുതൊന്നും അല്ല ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ജീവൻ കൊടുത്തും ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അവിടെ കുറെ വിദ്യാർത്ഥികൾ അവിടെ വന്ന് കിടക്കുകയാണ്. അവരുടെ മാന്യമായ അവകാശം അല്ലെ മാന്യമായ അവരുടെ അവകാശത്തെയാണ് അവർ ചോദിക്കുന്നത്. അവിടെ സമരം ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ ചുമ്മാ ഈ പ്രശ്നത്തിനൊന്നും പോകരുത്, ചിലപ്പോൾ അവിടെ നിന്നോട് ഷൂട്ട് ചെയ്ത് കളയും, അതുകൊണ്ട് ജീവനൊക്കെ ഭയങ്കര ഭീഷണിയാണ്, അപ്പൊ പേടിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ പോസ്റ്റ് കൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പേർലി മാണിയുടെ റിയൽ ഫേസ് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് എന്താ ഈ പേർലി മാണിയുമായിട്ട് ബിഗ് ബോസിനകത്ത് കിടന്ന് ഏറ്റവും കൂടുതൽ തർക്കിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, രഞ്ജിനി ഹരിദാസ്. ഡബിൾ സ്ട്രോങ് ആയിട്ട് ആ രഞ്ജിനി ഹരിദാസ് ഈ കുട്ടികളോടൊപ്പം അവിടെ പോയി സമരപന്തലിൽ പോയി, അതുപോലെ തന്നെ കേരളത്തിലും അതിനനുകൂലമായിട്ട് സമരം നടത്തിയപ്പം അവിടെയും വന്നു അവരെ അനുകൂലിക്കുന്നു എന്നുള്ള പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. ഇതുപോലൊന്നും എട്ടത്താപ്പ് കാണിച്ച് അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി നിൽക്കുമല്ലായിരുന്നു. അതുകൊണ്ട് എന്താ രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിൽ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവ ഒരുപാട് കട്ടിങ്സ് ഒക്കെ വെളിയിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ആ കട്ടിങ്സ് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ശക്തിയും ഐക്യവും ദൃഢനിശ്ചയവും നാം കണ്ടു. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പരിക്കേറ്റ ഏറ്റുമുട്ടലുകളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അതെന്നിൽ എന്തോ മാറ്റം വരുത്തി. അത് ഞങ്ങൾക്ക് മനസ്സിലായി ഏത് മാറ്റമാണ് വരുത്തിയെന്നുള്ളത്. എന്റെ മനസ്സിൽ വന്ന ഒരേ ഒരു ചിന്ത ഇതായിരുന്നു: ദയവായി പരിക്കേൽക്കരുത്, സുരക്ഷിതരായിരിക്കൂ. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങൂ. ഒരു ലക്ഷ്യവും ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ തക്കതായുള്ളതല്ല. പേർലി മാണി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിക്കുന്നതും ഇപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്ത് സ്വാതന്ത്ര്യമായിട്ട് വീഡിയോ ചെയ്യുകയും പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ പൂർവികരായ ആൾക്കാരുണ്ടല്ലോ, കുറച്ച് മുന്നേ ഉള്ള ആൾക്കാര്, മഹാത്മാഗാന്ധിയെ പോലെ ഉള്ളവര്, അവര് ഇതുപോലെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഘോരം പ്രസംഗിക്കത്തൊന്നും ഇല്ല. അവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ഇറങ്ങി അതിനകത്ത് ഒരുപാട് പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അന്ന് അവര് കരുതി എന്നാ ഒരു കാര്യം ചെയ്യാം, ജീവൻ അപകടത്തിലായി പോകുമല്ലോ, നമുക്ക് വീട്ടിൽ പോയേക്കാന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഇപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഘോരം പ്രസംഗിക്കത്തില്ല. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു രാജ്യമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട് മാറിയേനെ. അങ്ങനെ ഒരു സുരക്ഷിതത്വമാണ് അന്ന് അവര് കരുതിയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തുമായിരുന്നു? ഈ പറഞ്ഞ പേർലി മാണി യൂട്യൂബിൽ വന്നിരുന്ന് ഘോരം പ്രസംഗിച്ച് വീഡിയോ ഇടുന്നുണ്ടല്ലോ, സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ച് എന്തോ സ്വാതന്ത്ര്യമായിട്ടാണ് സംസാരിച്ച് വീഡിയോ ഒക്കെ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്രയും ഫ്രീഡത്തോടു കൂടി നമ്മൾ ഇറങ്ങി നടക്കുക എല്ലാം ചെയ്യുന്നു. അപ്പൊ അതിന് പിന്നിൽ ഈ ചോര നീരാക്കിയവരും ബ്രിട്ടീഷുകാരുടെ തോക്കിന് ഇരയായവരും എല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നേരത്തെ ഞാൻ മറന്നുപോയി, ഈ നിറം കാവിയുടെ നിറത്തിന്റെ കാര്യം. അത് ശരിയാ അതിനകത്ത് പങ്കെടുത്തവർക്ക് അത് അറിയത്തുള്ളല്ലോ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് വഴി കൂടെ ഇത് പോകുന്നതെന്ന്. മാപ്പെഴുതി കൊടുത്തവരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓരോ വിദ്യാർത്ഥിയും ആരുടെയോ മകനോ മകളോ ആണ്, ആരുടെയോ സ്വപ്നമാണ്, ആരുടെയോ മുഴുവൻ ലോകമാണ്. ശരിയാണ്, എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ വളർന്ന് വലുതാകണം, അവർ നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഉണ്ട്, ജീവനാണ് മക്കൾ. മറ്റു പലരെയും പോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സുതാര്യവും നീതിപൂർണവും ഓരോ കുട്ടിക്കും വിജയിക്കാൻ തുല്യ അവസരം നൽകുന്നതുമായ വിദ്യാഭ്യാസ സംവിധാനം ലഭിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് അവരുടെ ശബ്ദം കേൾക്കപ്പെടാനും സമാധാനപരമായി അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ സുരക്ഷിതരാണെന്ന് തോന്നാനും അവകാശമുണ്ട്. അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും മറഞ്ഞു പോകരുതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് പ്രസ്ഥാനവും ഇത്ര വലിയതാകുമ്പോൾ വികാരങ്ങൾ ശക്തമാകും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരും, ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകും. എന്നാൽ
എന്റെ പ്രതീക്ഷ ശ്രദ്ധ എപ്പോഴും വിദ്യാർത്ഥികളിലും അവർ ആഗ്രഹിക്കുന്ന ഭാവിയിലുമാകട്ടെ എന്നതാണ്. ചുരുക്കം പറഞ്ഞാല് ഈ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഇത് വായിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലായത് രണ്ട് വള്ളത്തിൽ ചവിട്ടി എന്ന് വെച്ചാൽ ഇഡിയും ബിഡിയും ഒക്കെ പേടിക്കണമല്ലോ. അപ്പം വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടൊന്നും സപ്പോർട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിനെ ഒന്ന് സൂചിപ്പിച്ച് വിദ്യാർത്ഥികൾ ഒന്ന് സൂചിപ്പിച്ചേക്കാൻ വിചാരിച്ചു. എന്തായാലും ഇത് കൈയോടെ പിടിക്കപ്പെട്ടു. കമന്റ് ബോക്സ് ഓഫ് കമന്റ് ബോക്സ് ഓഫാക്കി അവസാനം ഒരുപാട് ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ അത് കുത്തി ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഇന്ന് കുറെ സമയം എടുത്തു കാണും. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്തായാലും വെളി വന്നു എന്നുള്ളതാണ്. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? പേളിമാണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്റെ പോലെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ ബ്രേക്കിന് ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേളിമാണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പേളിമാണി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന പേളിമാണി ചേച്ചിയുടെ. അപ്പൊ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രൽ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ. ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വെള്ളത്തിനും കാല് ചവിട്ടാതുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാനതിന് ആ പോസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ് ലൈക്ക് പേളി, ഡോണ്ട് ടേക്ക് ഇൻ ന്യൂട്രൽ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു കൊച്ചിന്റെ പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരത്തി ഈ പോസ്റ്റിനെതിരെ എന്തോ സംസാരിച്ചു. ലൈക്ക് അതൊരു ന്യൂട്രൽ രീതിയാണെന്നുള്ള രീതിയിൽ അത് ഇട്ടപാടെ തന്നെ ആ വ്യക്തിനെ പേളിമാണി അല്ലെങ്കിൽ പേളിമാണിയുടെ ടീം എന്താ പറയാ ബ്ലോക്ക് ചെയ്തെന്ന്. അത് പക്ഷേ പുള്ളിക്കാരുടെ പോസ്റ്റിന്റെ ഇടയിൽ ഫുള്ള് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നെഗറ്റീവ് കമന്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ പേളിമാണി. ഫസ്റ്റ് ഞാൻ ചോദിച്ചു, പേളിമാണി എന്നെ ഫോളോ ചെയ്തില്ലല്ലോ, എന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ അത്രയും വലിയൊരാളാണോ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പേളിമാണി ഓക്കെ പൊളിറ്റിക്സിനെ പറ്റി പോസ്റ്റ് എന്തിനാ ഇട്ടെന്ന് പോലും എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. 2, ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു. അപ്പം യു ആർ എ പബ്ലിക് ഫിഗർ. അപ്പൊ അതിനെതിരെ ഒരു ക്രിറ്റിസിസം എടുക്കാൻ പോലുമുള്ള ഗട്സ് ഇല്ല എന്നാണോ പേളിമാണി പറയുന്നത്? ലൈക്ക് ഓ മൈ ഗോഡ്, സീരിയസ്ലി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പേളിമാണി ആ പോസ്റ്റ് ഇട്ടത്? ഞാൻ ഇതുവരെ എന്റെ വീഡിയോ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോ കൂടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കുക. പറഞ്ഞത് കേട്ടല്ലോ. അവിടെ നെഗറ്റീവ് കമന്റ്സുകളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ്സുകൾ എങ്ങനെ ഉണ്ടാവും? ഒരാൾ കുത്തിയിരുന്ന് അവിടെ നിന്നുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുമല്ലയോ. എന്തായാലും പറഞ്ഞത് പറഞ്ഞു, ഇതിലും ഭേദം പറയാതിരിക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം മറന്നേക്ക് പുറത്തു വരും എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിലിരിപ്പ് എന്തായാലും പുറത്തു വന്നു എന്നുള്ളതാണ് ആ ഒരൊറ്റ പോസ്റ്റോട് കൂടി. മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ആ പോസ്റ്റ് ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പേളിമാണിക്ക് നഷ്ടമായത് 1,00,000 ഫോളോവേഴ്സാവും. 1,00,000 ഫോളോവേഴ്സ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1,00,000 ഫോളോവേഴ്സ് പടപടാന്ന് നിമിഷ നേരം കൊണ്ടാണ് ഇറങ്ങിപ്പോയത്. കാരണം എന്താ? ഈ 1,00,000 പേരെ എനിക്ക് ഒന്ന് ബ്ലോക്ക് ആക്കി കാണുമെന്നുള്ളതാ. കുത്തിയിരുന്ന് ബ്ലോക്ക് ചെയ്യുമല്ലോ. അപ്പൊ എത്രമാത്രം കമന്റുകൾ വന്നു കാണും. അതൊന്നും പിന്നെ പേളിമാണിക്ക് വിഷയമില്ല. ഇനി ഇപ്പോഴും അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രത്യേക കുറച്ച് ടീമുകളുണ്ട്. ഈ പറഞ്ഞതുകൊണ്ട് ഇവൻ കേന്ദ്ര സർക്കാരിനെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ കാവ്യാണന്റെ നിറം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇഷ്ടംപോലെ മറ്റുള്ള ആൾക്കാർ വന്ന് പ്രോത്സാഹനം തരുന്നതായിരിക്കും. നല്ല പ്രോത്സാഹനമായിരിക്കും. അവരെ കണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഒന്നും കൂടെ നമുക്ക് ഇനിയും പോസ്റ്റ് ഇടാൻ തോന്നും. അപ്പൊ അങ്ങനെ പോസ്റ്റ് ഇടണം. അങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ പിന്നെ ഏറി പോവും. അങ്ങനെ ഏറിൽ പറന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷ് വർക്കിയില്ലേ, ആറാട്ടണ്ണന്റെ സ്വഭാവം ഒന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒരു സമയത്ത് ഒന്ന് പറയും, മറ്റൊരു സമയത്ത് മറ്റൊന്ന് പറയും. പായി വരുന്ന തോന്നിയ മാസം എല്ലാം പറയും. നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എന്തും ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ താഴെ പോയിട്ട് ഒരുപാട് പേര് അവനെ ഈ സന്തോഷ വർക്കിയെ ചീത്ത വിളിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നേരത്തെ മുതലേ ചീത്ത വിളിച്ച് പരിചയമുള്ളത് കൊണ്ടും ഇവരുടെ സ്വഭാവം എന്തുവാണെന്ന് അറിയാവുന്നത് കൊണ്ടുമാണ് ആ ചീത്ത വിളിക്കുന്നത്. പക്ഷെ നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ സന്തോഷ് വർക്കി ശരിക്കും ഉള്ളൊരു മറുപടിയാണ് പേളിമാണിക്ക് കൊടുത്തിരിക്കുന്നത്. വലിയ മാർക്കൊന്നും വാങ്ങാതെ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായ പേളിമാണിക്ക് നീറ്റ് എക്സാം പേപ്പർ ലീക്ക് ആയതിന്റെ വിഷമം മനസ്സിലാവില്ല. പഠിക്കേണ്ട കാലത്ത് പഠിച്ചവർക്ക് പഠിത്തത്തിന്റെ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫ്രം ആറാട്ടണ്ണൻ. ഈ പോസ്റ്റിന് താഴെ കുറെ കമന്റുകൾ വരുന്നുണ്ട്. നീ പഠിച്ചിട്ട് എന്താണ് ആ വിവരവും ബോധമൊന്നും ഇല്ലാത്തതെന്നൊക്കെ. അതെല്ലാം ശരിയാ കേട്ടോ. പുള്ളി കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പുള്ളി അതിൻ്റെതായ ഒരു ബോധവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസത്തിൻ്റെതായ ഒന്നും പല സമയങ്ങളിലും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷയെക്കുറിച്ചും അതിന്റെ വിലയെക്കുറിച്ചും ഈ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് അവിടെ ഇത്രയും സമരം ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ പേളിമാണിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ആറാട്ടണം പറഞ്ഞതുപോലെ ഇത്രയും മാത്രം പഠിച്ചവർക്ക് നീറ്റ് എന്താണെന്ന് പോലും അറിയാത്തവർക്ക് ഇത് കുഴപ്പമില്ല.
എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനകത്ത് സന്തോഷ് വർക്കി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, ശരിക്കുള്ള കൊട്ടുവാണ്. പക്ഷെ അത് സന്തോഷ് വർക്കി ആയതുകൊണ്ടാണ് ഇത് ഏക്കാതിരുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ നമുക്കുണ്ട്. സെലിബ്രിറ്റീസ് എന്ന് വെച്ചാൽ എല്ലാവരും എടുത്ത് തലയുടെ മേളിൽ വെച്ചതാ. പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ കമന്റ് കേട്ടതാണ് കേട്ടോ. പേർലി മാണി അതിന് മുമ്പ് ഇടുന്ന പോസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേർലി മാണി ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആണ്. ആ ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പേർലി മാണി ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആണ്, പേർലി മാണിയെ കണ്ടുപിടിക്കണം, പേർലി മാണി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്റെ ഇടം ഇതൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പെണ്ണുങ്ങൾ ഈ നേരത്തെ ഒരുപാട് പെണ്ണുങ്ങൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പേർലി മാണിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞവർ തന്നെ ഇപ്പൊ മാറ്റി പറഞ്ഞു, അവരെയും ബ്ലോക്ക് അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് പേര് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, നമ്മൾ മനസ്സറിഞ്ഞ് പറയേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. പേർലി മാണിക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ 2 വള്ളത്തിൽ കാലി ചവിട്ടണ്ട, അങ്ങ് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നങ്ങ് പറഞ്ഞാൽ പോരായോ? ഇത്രയേറി പോത്തില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ 2 വള്ളത്തിലും ചവിട്ടിയത് കൊണ്ട് എവിടുന്നൊക്കെയാണ് കേൾക്കേണ്ടത്? അപ്പൊ നമുക്ക് നമ്മളുടേതായ സ്റ്റേറ്റ്മെന്റ് ആർജവത്തോടു കൂടി 2 വള്ളത്തിലും ചവിട്ടാതെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പഠിക്കുക. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറഞ്ഞു ഒഴിയാമെന്ന് വിചാരിച്ചാൽ പെട്ടുപോകും. അങ്ങനെ പെട്ടതാണ് നമ്മുടെ പേർലി മാണി. പിന്നെ ഇതൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആണ് കേട്ടോ. ഇവരെയൊക്കെ ആരാധിക്കാനും ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവിതമൊക്കെ വീഡിയോയിലൊക്കെ അവരുടെ ഓരോ ദിവസത്തെ പരിപാടീസും അവരവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ചുമ്മാ ഒരു വീഡിയോ ഇട്ടാൽ മതി, മില്യൺ കണക്കിന് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മനസ്സിൽ ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള നിറം കാവിയാണ്, അത് വെളിയിൽ വന്നു എന്നുള്ളതാണ്. 2 വള്ളത്തിലും കാല് ചവിട്ടിയ പേർലി മാണി നമ്മൾ പറയത്തില്ലയോ ഇടിച്ചു വീണെന്നുള്ളത്, അങ്ങനെ വീണു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും വേറെ പോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. കമന്റ് ബോക്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഓൺ ആയിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ നെഗറ്റീവ് എന്ന് പറയാനിരിക്കുന്ന നെഗറ്റീവ് കമന്റുകളൊക്കെ ഇപ്പോഴും ഡിലീറ്റിങ് നടക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് പേര് നോക്കുന്നുണ്ട് ഈ കമന്റ് ബോക്സ് ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത്. കമന്റ് ബോക്സ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഓൺ ആയിട്ട് കിടപ്പുണ്ട്. ഇനി എല്ലാവരും കമന്റ് ഇടാൻ പോകുമ്പോഴത്തേക്ക് ഇനി ഓഫ് ആവുമോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ കമന്റ് ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഇനി കാശ് കൊടുത്തൊരാളെ ഇരുത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ പേരുടെ കമന്റ് ഉണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും പേർലി മാണിയെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, അത് എനിക്ക് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും കൂടുതലും നെഗറ്റീവ് കമന്റുകളാണ്. പക്ഷെ അതിൽ കയറി നോക്കിയാൽ, ആ പോസ്റ്റ് താഴെ കയറി നോക്കിയാൽ എല്ലാം പോസിറ്റീവ് കമന്റ് ആയിരിക്കും. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അതെല്ലാം കുത്തിയിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അപ്പുറത്തൊരാളെ അല്ലെങ്കിൽ 2 ഫോൺ കൊടുത്ത് 2 പേരെ ഇരുത്തി അത് ഡിലീറ്റ് ചെയ്യിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.